പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മിനിറ്റിൽ അവിടെ കൂടിയിരുന്ന ഒരു 17,000 രൂപ കളക്ട് ചെയ്തു. അന്ന് ഭാഗവതം വായിച്ച ആൾക്ക് 11,000 രൂപ കിട്ടി. അയാൾ ആ 11,000 കൊടുത്തു, ഈ 17,000 കൊടുത്തു. ബാക്കിയുള്ളവർ കയ്യിലുള്ളത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് 28,000 രൂപ അരമണിക്കൂറിനകം ആ പർദ്ദയിട്ട് വന്ന സ്ത്രീക്ക് കൊടുത്തൊരു കാഴ്ച ജീവിതത്തിൽ മറക്കില്ല. അവരും പറഞ്ഞു, ഞാൻ ഈ അമ്പലത്തിൽ വരാറില്ല, ഞാൻ ഹിന്ദു അല്ല. അങ്ങനെ ഇവിടെ ഒരു ചോദ്യം ഉണ്ടായില്ലല്ലോ, എന്തിനാ അങ്ങനെയുള്ള വിഷയത്തിലെ. നിങ്ങൾ നാളെ ആയിട്ട് വരും, ഞങ്ങൾ നാളെ ബാക്കി എമൗണ്ട്, ബാക്കി സംഖ്യ ആശുപത്രിയിൽ എത്തിക്കാം എന്നും പറഞ്ഞിട്ടാണ് ഈ സ്വാഗത പ്രസംഗം കംപ്ലീറ്റ് ചെയ്തത്. എന്നെ സ്വാഗതം ചെയ്തുമില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട്. ഞാനായിരുന്നു പ്രഭാഷണം നടത്തേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്, അതാ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ ബന്ധുക്കളുടെ ഇപ്രാവശ്യം കായംകുളത്ത് കണ്ടത്, കുടുംബക്ഷേത്രത്തിന്റെ മുമ്പിൽ ഭണ്ഡാരം വെച്ചിരിക്കുന്നു. നിങ്ങളുടെ അപേക്ഷ ഇതിൽ സമർപ്പിക്കാം, ആർക്കു വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാം, രോഗമോ മറ്റുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞത് ഈ ക്ഷേത്രങ്ങള്, നമ്മുടെ ക്ഷേത്രങ്ങൾ ആത്മീയ ഉന്നതിക്ക് മാത്രമുള്ള കേന്ദ്രമല്ല. ആത്മീയത ഒരു കെട്ടിടത്തിലെ സിമന്റ് പോലെ, ആ കെട്ടിടത്തിന് ബ്യൂട്ടി, സൗന്ദര്യം ഉണ്ടാവും, ഡ്യൂറബിലിറ്റി, കുറെ കാലം നിൽക്കും. അതുപോലെ സ്ട്രെങ്ത്, നല്ല കെട്ടുറപ്പുണ്ടാവും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയത, ശരിക്കും ജീവിതം സൗന്ദര്യപൂർണ്ണമാക്കാം, കുറേ കാലം സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കാം, ജീവിതത്തിന് കെട്ടുറപ്പുണ്ടാക്കാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങൾ, അതിലൂടെയാണ് ഭാരതം പുരോഗമിച്ചത്, ഭാരതം നിലനിന്നത്. ഇന്നും ഭാരതം നിലനിൽക്കുന്നത് നോക്കാം. എറണാകുളം എന്ന ജില്ല വളർന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലൂടെയാണ്. ചോറ്റാനിക്കര വളർന്നത് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലൂടെയാണ്. കൊടുങ്ങല്ലൂർ വളർന്നത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലൂടെയാണ്. ഇരിങ്ങാലക്കുട വളർന്നത് ഇരിങ്ങാലക്കുട ഭരതക്ഷേത്രത്തിലൂടെയാണ്. തൃപ്രയാർ വളർന്നത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലൂടെയാണ്. തിരുവനന്തപുരം വളർന്നത് പത്മനാഭ ക്ഷേത്രത്തിലൂടെയാണ്. കൊല്ലം വളർന്നത് ആനന്ദവല്ലീശ്വര ക്ഷേത്രത്തിലൂടെയാണ്. ആലപ്പുഴ വളർന്നത് മുല്ലക്കൽ ക്ഷേത്രത്തിലൂടെയാണ്. ചേർത്തല വളർന്നത് ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിലൂടെയാണ്. വെറുതെ ചിന്തിച്ചു നോക്കാം. ആലുവ വളർന്നത് ആലുവ ശിവക്ഷേത്രത്തിലൂടെയാണ്. ഗുരുവായൂർ വളർന്നത് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലൂടെ. അതുപോലെ തന്നെ തൃശ്ശൂർ വളർന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിലൂടെ. ഏത് ക്ഷേത്രമാണ്? തളിയൽ ക്ഷേത്രത്തിലൂടെ കോഴിക്കോട് വളർന്നു, മാത്തൂർ ക്ഷേത്രത്തിലൂടെ കാസർഗോഡ് വളർന്നു. അവിടെ നിന്ന് ഇനി അറ്റം വരെ എടുക്കുക, തിരുവാന്താംകുന്ന് ക്ഷേത്രത്തിലൂടെ അങ്ങാടിപ്പുറവും മലപ്പുറവും വളർന്നു. എല്ലാം ഈ രാഷ്ട്രം വളർന്നത് ക്ഷേത്രത്തിലൂടെയാണ്. അപ്പോ ഭാരതം എന്ന രാഷ്ട്രം ആത്മീയത രോഗമാകാത്ത വിധത്തിൽ ജനജീവിതത്തെ സ്വാധീനിച്ചു. അർത്ഥം മനസ്സിലായി പറഞ്ഞത്? അന്ധമായ ആത്മീയതയല്ല ഇവിടെ ഉണ്ടായിരുന്നത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും വ്യക്തിക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ധന്യമായ ആത്മീയതയിലൂടെ ഭാരതം വളർന്നു. അതിനകത്ത് ഈ പൈതൃകത്തിന്റെ രീതിയിൽ ഒരു അന്ധവിശ്വാസവും ഉണ്ടായിരുന്നില്ല. 21 ദുർദേവതാ ക്ഷേത്രങ്ങളെ നാരായണ ഗുരുദേവൻ മാറ്റിയത്, അത് അവിടെ മദ്യവും കോഴിയും കള്ളും നിവേദിക്കുന്നവണ്ടാണ്. എന്നിട്ട് വൈദിക ദേവതമാരെ പ്രതിഷ്ഠിച്ചു, എന്നിട്ട് ധ്യാനമന്ത്രങ്ങൾ എഴുതി, എന്നിട്ട് അവിടെ തന്ത്രവിധി പ്രകാരം പൂജ നടത്തി. നമ്പൂതിരിമാർക്ക് തന്ത്രത്തിന് വരാൻ വിഷമതയുള്ളപ്പോൾ തന്ത്രിമാരെ സമുദായത്തിൽ നിന്നുണ്ടാക്കി. ആരും എതിർത്തില്ല. നാരായണ ഗുരുദേവനെ ലോകം ആരാധിച്ചു. സമുജ്വലമായി മഹാത്മാഗാന്ധി ഗുരുദേവനെ പറഞ്ഞു, ഞാൻ പലതും പ്രസംഗിച്ചു, അങ്ങ് ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തു. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, ലോകത്തിന് നോബൽ സമ്മാനം കിട്ടിയതിന് ശേഷം അനവധി രാജ്യങ്ങളിൽ പോയി ഋഷിമാരെ കണ്ടിട്ടുണ്ട്. അങ്ങയുടെ അടുത്ത് വന്നപ്പോ തോന്നിയ ആ തേജസ് വേറെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയില്ല. നാരായണീയവും തിരുക്കുറളും വേദവും അതുപോലെ തന്നെ ജ്ഞാനപ്പാനയും ബൈഹാർട്ട് പഠിച്ച ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമായിട്ട് പറഞ്ഞു, ജാതിഭേദം മതദ്വേഷം, 2 വാക്ക്. ജാതിഭേദം മതദ്വേഷം വേണമെങ്കിൽ പറയായിരുന്നില്ലേ? ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ സർവരും. ഹിന്ദു ധർമ്മവും മറ്റു മതങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഒരിക്കലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല, എൻ്റെ ദൈവം, എൻ്റെ വഴി, എൻ്റെ പുസ്തകം, എൻ്റെ ആരാധന മാത്രം ശരിയെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ശരി എവിടെയെല്ലാം ഉണ്ടോ അത് നമ്മുടേതാകണം. ആ വലിയ ചിന്താധാരയുടെ അവകാശികളാണ് നമ്മൾ എന്നറിയണം. ഇനിയുമുണ്ട് നമ്മുടെ ദൗത്യം. ഈ രാഷ്ട്രത്തെ കഴിഞ്ഞ തലമുറ
നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങളിൽ ഓരോരുത്തരും പ്രവർത്തിക്കണം. ഞാൻ വലിയൊരു കാര്യം ആഹ്വാനം ചെയ്യാം. 43 വർഷം മുടങ്ങാതെ വേദം വായിക്കുന്ന ഒരനുഭവമുള്ള വ്യക്തിയാണ്. ഒരു ദിവസം പോലും വേദം വായിക്കൽ മുടങ്ങിയിട്ടില്ല. ആ വേദത്തിന്റെ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കാം. തബല വായിക്കാൻ അറിയാവുന്നവര്, ഫ്ലൂട്ട് വായിക്കാൻ അറിയാവുന്നവര്, കർണാടക സംഗീതം, തന്ത്രം, അക്ഷരശ്ലോകം, കഥയെഴുത്ത്, നിങ്ങൾക്ക് എന്ത് സാധിക്കുമോ അത് പഠിച്ച് അടുത്ത തലമുറയെ പഠിപ്പിക്കാം. എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞിരിക്കരുത്. അവസാനത്തെ ശ്വാസം വരെ നമ്മുടെ പൈതൃകത്തിന്റെ സമുജ്വലമായ അറിവുകള്, പൈതൃകത്തിന്റെ സമുജ്വലം, രാമായണം വായിക്കാൻ അറിയാമെങ്കിൽ രാമായണം, നാരായണീയം വായിക്കാൻ അറിയാമെങ്കിൽ നാരായണം, അത് കഥകളി അറിയാമെങ്കിൽ കഥകളി, ഓട്ടം തുള്ളലെങ്കിൽ ഓട്ടം തുള്ളല്, എന്താണോ നിങ്ങൾക്കറിയാവുന്നത് അത് പഠിച്ച് അടുത്ത തലമുറയെ പഠിപ്പിക്കണം. ഒരു വർക്കിംഗ് ഡേയില് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുക, എനിക്കവിടെ ചിന്തിക്കാൻ ഇപ്പോഴും പറ്റണില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു തോന്നല്, ഞാൻ സ്വപ്നം കാണാനാണ്. വർക്കിംഗ് ഡേയിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് സാധാരണ പറയാറുള്ളത്, സാറേ വൈകുന്നേരം ആയിരുന്നെങ്കിൽ, ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഇതിൻ്റെ 4 ഇരട്ടി ആൾക്കാർ വരുമായിരുന്നു. ഇതിപ്പോ ഈ കടപ്പുറത്ത് വെച്ചിരിക്കുന്ന സ്ഥലം മൊത്തം ഫുള്ളാണ്. അത്രയും അധികം ആൾക്കാർ വരിക. ഞാൻ അതിവിടെ പറയാൻ കാരണം പുകഴ്ത്താനോ അതിശയോക്തി കലർത്തിയോ പറഞ്ഞതല്ല. ഇത്രയും നേരം ഇരുന്ന നിങ്ങൾക്ക് നീല ഷീറ്റിന്റെ ചുവട്ടിലുള്ള ചൂടുണ്ട്, തറക്കേടില്ലാത്ത കാറ്റപ്പുറത്തുന്നുണ്ട്, ഉറങ്ങണമെന്നുള്ളവർക്ക് ഇത്രയും നല്ല സൗകര്യപ്രദമായ വേറൊരു അന്തരീക്ഷമില്ല. എന്നിട്ട് ഒരാള് 22-25 മിനിറ്റ് മുമ്പ് കൂട്ടുവായ വിട്ടതല്ലാതെ എൻ്റെ കണ്ണട വെക്കാത്ത എനിക്ക് ഇവിടെ നിന്ന് അവിടം വരെ കാണുമ്പോൾ എത്ര പേരുടെ മുഖം എൻ്റെ കണ്ണിൽ പതിയുന്നോ അതിലെ ഒരാൾ പോലും കൂട്ടുവായ വിടാതെ, ഒരാൾ പോലും വാച്ച് നോക്കാതെ ഇരുന്ന നിങ്ങൾക്ക് കഴിഞ്ഞ തലമുറ പഠിപ്പിച്ചത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സാധിക്കണം. ലോകം ഭാരതത്തിന്റെ മുമ്പിൽ ഇപ്പൊ കൈകൂപ്പി നിൽക്കുന്ന ഒരു കാലാണ്. നല്ല മുസ്ലിം രാഷ്ട്രമായ 69 മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലസ്ഥാനമായ സൗദി അറേബ്യ മാൻ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തത് നരേന്ദ്രമോദിക്കാണ്. ഈ വർഷത്തെ അവാർഡ് കൊടുത്തത് നരേന്ദ്രമോദിക്ക്. ഒമാനില്, അത് മുസ്ലിം രാഷ്ട്രമാണ്, അവാർഡ് കൊടുത്തത് നരേന്ദ്രമോദിക്ക്. അബുദാബിയിലെ, എനിക്ക് അത്ഭുതം തോന്നുന്നു, 3 മാസം മുമ്പ് ഞാൻ അബുദാബി പോയിരുന്നു. അബുദാബി പോവാൻ കാരണം വിദ്യാഭവന്റെ ഒരു പരിപാടിക്ക്. അതില് അബുദാബിയിലെ ഷെയ്ഖിന്റെ സെക്രട്ടറി ഉണ്ടായിരുന്നു. ഏത് ഷെയ്ഖ്? ഈ ജനുവരി മാസം 26-ാം തീയതി നമ്മുടെ പരേഡ് കാണാനായിട്ട് ഡൽഹിയിലേക്ക് വന്ന അബുദാബിയിലെ പ്രിൻസസിന്റെ സെക്രട്ടറി. എൻ്റെ ഈ പൈതൃകത്തെ കുറിച്ചുള്ള പ്രഭാഷണം കേട്ട് കഴിഞ്ഞപ്പോ അയാൾ എനിക്ക് വിസിറ്റിംഗ് കാർഡ് തന്നിട്ട് പറഞ്ഞു, 2 മാസം കഴിഞ്ഞ് ഇവിടുത്തെ പ്രിൻസസ് നിങ്ങളെ ക്ഷണിക്കും. മോഡിയുടെ രാജ്യത്തിൽ നിന്ന് വന്ന ആളായത് കാരണം നിങ്ങൾ ഇവിടെ വന്ന് പാലസിൽ വന്നിട്ട് അവിടെ നമ്മുടെ പ്രിൻസസിനെ കണ്ടിട്ടേ പോകാവൂ. ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡ്, നിങ്ങൾക്ക് കൺവീനിയന്റ് ഡേറ്റ് അറിയിച്ച ഞങ്ങൾ ബാക്കിയുള്ളത് ചെയ്തോളാം. നമ്മളെ പോലെ ഒരാളെ അബുദാബിയിലെ പ്രിൻസസ് വിളിക്കുക, അത് ഗോപാലകൃഷ്ണന്റെ മഹത്വമല്ല, ഈ രാഷ്ട്രത്തിന്റെ മഹത്വമാണ്. വെറുതെ ചിന്തിച്ചു നോക്കുക, എന്തൊരു മാറ്റാണ്. ആര് ഈ രാജ്യം ഭരിക്കട്ടെ, പിണറായി വിജയൻ സാർ ഭരിക്കട്ടെ, അല്ലെങ്കിൽ ജയലളിത ഭരിക്കട്ടെ, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു ഭരിക്കട്ടെ, ഫഡ്നാവിസോ ആര് വേണമെങ്കിൽ ഭരിക്കട്ടെ, ഈ രാഷ്ട്രത്തെ ലോക ജനത കാണുന്നത് കേരളം വേറെ, മധ്യപ്രദേശ് വേറെ, ഉത്തർപ്രദേശ് വേറെ ആയിട്ടല്ല, ഭാരതമായിട്ടാണ് കാണുന്നത്. ആ ഭാരതത്തെ ലോകം 2 കൈയിൽ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തില് ആലോചിച്ച് നോക്കാം. അമേരിക്കയുടെ 7ാം കപ്പൽ പട കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്ത് യുദ്ധം ഉണ്ടാവുമ്പോൾ 7ാം കപ്പൽ പട ഇന്ത്യയിലേക്ക് നീങ്ങി എന്ന് പറയാറുണ്ട്. നമുക്ക് 7th ഫ്ലീറ്റ് ഒരു അത്ഭുതമാണ്. ആ അമേരിക്കയിലെ 7ാം കപ്പൽ പടയിലെ 42 കപ്പല് റിപ്പയർ ചെയ്യാനുള്ള കോൺട്രാക്ട് ഇന്ത്യക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിലയൻസിലെ മുകേഷ് അംബാനിയാണ്. അവരുടെ കപ്പലിനകത്ത് കയറാൻ ഇന്ത്യക്കാരന് പെർമിഷൻ ഇല്ലാത്തതിന് കാലഘട്ടത്തിൽ നിന്ന് അവരുടെ കപ്പൽ മെയിൻ്റനൻസിന് $15,000 കോടി കോൺട്രാക്ട്
ഇന്ത്യക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു. 104 സാറ്റലൈറ്റ് ഒറ്റ സ്ട്രെച്ചിന് ഈ ചൈനക്കാരുടെ പടക്കം പോലെ വിടാൻ സാധിച്ചത് നമുക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ 32 വരെ വിട്ടിട്ടുണ്ട്, 104 ആരും വിട്ടിട്ടില്ല. അതിൽ 6 ഈശ്വരാനുഗ്രഹം കൊണ്ട് അമേരിക്കക്കാരൻ്റെ, നമ്മുടെ 3 ഉള്ളൂ, ബാക്കി അവരുടെയാണ്. നമ്മൾ വളർന്നില്ലേ? ഈ രാഷ്ട്രത്തിൽ എന്ത് മാറ്റാ ഇപ്പോൾ ഉണ്ടാവുന്നത്? ഞാൻ വീണ്ടും പറയുന്നു, രാഷ്ട്രീയമല്ല ഈ രാഷ്ട്രത്തിന്റെ മാറ്റം. ശരിക്കും ഒരു പച്ച വരി ഞാൻ പറയാം. ഈ നവംബർ മാസം 8-ാം തീയതി രാത്രി സർവ്വ സ്വർണ്ണക്കടയും അടച്ചതിന് ശേഷം 8:30 മണിക്ക് ഒരു ചായക്കടക്കാരൻ TV-യുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് രാത്രി 12-ന് ശേഷം പോക്കറ്റിലുള്ള 1000-ന്റെയും 500-ന്റെയും നോട്ട് കൃഷ്ണരാമ ഗോവിന്ദ. എന്താ ഭാരതം പൊട്ടിപ്പോയോ? തകർന്നോ ഭാരതം? പലരും പറഞ്ഞു ATM കത്തിക്കും, ആഭ്യന്തര യുദ്ധം ഉണ്ടാവും, ഈ ഭാരതം തകരും. ഒരു ചുക്കു ചുണ്ണാമ്പും ഉണ്ടായില്ല. ക്ലീൻ ആയിട്ട് ഭാരതം തിരിച്ചു വന്നു. ആര് ചെയ്തു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഈ രാഷ്ട്രം അത് സ്വീകരിച്ചു. ഈ രാഷ്ട്രം 127.5 കോടി ജനതകള് ഒരു വിപ്ലവം ഉണ്ടാക്കിയില്ല, ആഭ്യന്തര കലാപം ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ക്ലീൻ ആയിട്ട് ഇവിടെ ഇരുന്നു. ഇപ്പോഴും ഞാൻ റോട്ടിലൂടെ കാണുമ്പോഴത്തേക്കും എൻ്റെ കൂട്ടത്തിലുള്ള അയ്യപ്പൻകുട്ടി പറയാ, 7 കിലോ സവാളയ്ക്ക് 100 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ 12, 13, 14 രൂപയ്ക്ക് സവാള കിട്ടുക എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ചിന്തിക്കൊന്നും വേണ്ട. തിരുവനന്തപുരത്ത് 10 കിലോയിന് 100 രൂപയേ ഉള്ളൂ, ഇവിടെ 7 കിലോയിന്. അപ്പോ ഇത്രയും അധികം ജനങ്ങൾ ഉണ്ടായിട്ടും കുറേ സാധനങ്ങൾ, ഭക്ഷ്യവിഭവങ്ങളും ബാക്കിയുള്ളതെല്ലാം എത്തിക്കുക, കുറേ മാറ്റങ്ങൾ അടിമുടി വരിക. ഭാരതത്തിലെ ജനസംഖ്യ 127.5 കോടി ജനത, ഇപ്പൊ ജനിച്ചത് ഉൾപ്പെടെ. ഇവിടെയുള്ള മൊബൈൽ ഫോൺ 197 കോടി. ജനസംഖ്യ 127.5 കോടി. ഇപ്പൊ ജനിച്ച പാർട്ടി, മൊബൈൽ കാണാത്ത പാർട്ടി ഉൾപ്പെടെയാണ് ഈ നമ്പർ. 197 കോടി മൊബൈലാണ്. ഓരോന്നിന്റെ കയ്യിൽ 3, 4, 5 മൊബൈലാണ് പോക്കറ്റിലും കീശയിലും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. വ്യത്യാസമല്ലേ ഇത്? ATM കാർഡ് ഇട്ട് പൈസ എടുക്കാൻ, ചിലപ്പോൾ പൈസ കിട്ടില്ല എന്ന് വരും, ചിലപ്പോൾ 2 പ്രാവശ്യം പോവേണ്ടി വരും. എന്നിട്ട് എന്താ ഇവിടെ ആരെങ്കിലും കത്തിച്ചോ ATM? ചെയ്ത ശരിയോ തെറ്റോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കണ്ടതിനെ ഞാൻ നിങ്ങളോട് പറയാം. അറിയണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? കഴുത്തിൽ മാലയില്ലാതെ, സൂട്ടില്ലാതെ, ഒരു 17 രൂപയുടെ കാവ്യമുണ്ടും ഒരു 15 രൂപയുടെ ഷർട്ട് ഇട്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രി തെക്കും വടക്കം നടക്കുന്നത്? മനസ്സിലായ നന്നായില്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. എന്തുകൊണ്ട് ഇത് പറ്റി? ആരൊക്കെ വിചാരിച്ചു ഇവിടെ വർഗീയ കലാപം ഉണ്ടാവും, മണ്ണാങ്കട്ട ഉണ്ടാവും, തേങ്ങാക്കൊല ഉണ്ടാവും? എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി ഇവിടെ? ചെയ്ത ശരിയോ തെറ്റോ ഞാൻ കമന്റ് ചെയ്യണില്ല, സംഭവിച്ചതിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയൂ. സംഭവിച്ചതിനെ കുറിച്ച് ഈ നാട് മറ്റ് നാട് മാതിരി അല്ല. ഭാവരാഗ താളമുള്ള ഒരു രാഷ്ട്രം അസാധാരണമാം വിധത്തിൽ മാറുന്നു. എത്ര അതേ പാർട്ടിയുടെ ആൾക്കാർക്കെതിരെയാണ് സുപ്രീം കോടതി മിനിഞ്ഞാന്ന് ബാബറി മസ്ജിദ് പൊളിച്ചതിന് വിധിയും കൊടുത്തത്. എന്നിട്ട് എന്താ? ആകാശം ഇടിഞ്ഞു വീണോ? എല്ലാം നോക്കാം, പോസിറ്റീവ് നെഗറ്റീവ് വെറുതെ ചിന്തിക്കാം. എന്നിട്ട് കൈ കെട്ടിയിരുന്ന് പറ്റുമെങ്കിൽ ഒന്ന് ചിന്തിക്കാം, കുമ്പിടിയെ കുറിച്ച് ആലോചിച്ച. അല്ലെങ്കിൽ നന്ദനം എന്ന സിനിമയില് കേശവൻ നായരുടെ അടുത്ത് ദേശാമണി അമ്മ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നടക്കുമോ കേശവൻ നായരെ ഇത്? ബാലാമണിയുടെ കല്യാണം. അതിന് കേശവൻ നായര് മറുപടി പറഞ്ഞ എന്താ അറിയോ? ദേശാമണി അമ്മയ്ക്ക് എത്ര വയസ്സായി? 87. ഇനി ഒരു 5 കൊല്ലം നടക്കും, പിന്നെ 5 കൊല്ലം കിടക്കും, പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. ചിരിക്കാനില്ലേ ഇവിടെ ഈ നാട്ടില്? എന്റെ അഭിമാനത്തോടു കൂടി ഭാരതീയനാണ്. 1.5 കൊല്ലം ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു, 1 കൊല്ലം ഞാൻ കാനഡയിലുണ്ടായിരുന്നു, ഒരു 8 പ്രാവശ്യമെങ്കിലും ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്, 3-4 പ്രാവശ്യം ആസ്ട്രേലിയയിലെ പാർലമെന്റ് അംഗങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ ആസ്ട്രേലിയ പോയിട്ടുണ്ട്. ഒന്ന് മാത്രം, ഭാരതത്തിന് തുല്യം ഭാരതം മാത്രം. ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവാം, ചേരി പ്രദേശം ഉണ്ടാവാം, ഇവിടെ കഷ്ടതകൾ ഉണ്ടാവാം. ഭാരതത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയും സന്തോഷവും ലോകത്തിലെ മറ്റൊരു രാജ്യത്തിൽ ജീവിക്കുമ്പോൾ കിട്ടില്ല. അവിടെ ഭക്ഷണമുണ്ട്. ഞാൻ വെജിറ്റേറിയൻ ആണ്. അവിടെ പലരും പറയാറുണ്ട് ഒരു ചിക്കനോ $1 ഉള്ളൂ എന്ന്. ഇവിടെ ചിക്കൻ 70 രൂപ കൊടുക്കേണ്ടി വരികയായിരിക്കാം. അത് തിന്നതിന് ശേഷം ആശുപത്രിയിൽ പോവേണ്ടി വരുന്ന ദുഃഖം അവൻ ചിന്തിക്കാറില്ല.
ഇവിടെ നല്ല സാമ്പാറ്, ഓല, നെല്ലിശ്ശേരി, പുളിശ്ശേരി, തലശ്ശേരി, കൊലശ്ശേരി ഒക്കെ ഇവിടെ ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഭക്ഷണം ഇവിടെ ഉണ്ട്. തിരിഞ്ഞു നോക്കുക ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം, മുമ്പോട്ട് നോക്കുക ഈ രാഷ്ട്രത്തിന്റെ വലിപ്പം, തിരിഞ്ഞു നോക്കുക ഈ രാഷ്ട്രത്തിന്റെ ചരിത്രം, മുമ്പോട്ട് നോക്കുക ഈ രാഷ്ട്രത്തിന്റെ വലിപ്പം. ഇതുപോലെ വേറൊരു രാഷ്ട്രം ഉണ്ടാവില്ല. ഭാരതത്തിന് തുല്യം ഭാരതം, ആകാശത്തിന് തുല്യം ആകാശം, സമുദ്രത്തിന് തുല്യം സമുദ്രം, ഉപ്പിന് തുല്യം ഉപ്പ്, ഭാരതത്തിന് തുല്യം ഭാരതം മാത്രം. ആ രാഷ്ട്രത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. ഇനി ഒരു 100 ജന്മം ഉണ്ടെങ്കിൽ ആ 100 ജന്മവും പരമ പവിത്രമായ ഭാരതത്തിന്റെ മകനായി, ഭാരതത്തിന്റെ മകളായി ജനിക്കാൻ അനുഗ്രഹം ചൊരിയണമേ ഭാരത മാതാവേ, ഋഷീശ്വരന്മാരെ എന്ന് പ്രാർത്ഥിക്കാൻ യോഗമുള്ള ലോകത്തിലെ ഒരേ ഒരു സമൂഹത്തിന്റെ മക്കളാ ഞാനും നിങ്ങളും. അറിയണം, ഇനി ഒരു 100 ജന്മമുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തിലാവണം. എന്ത് കുറവുണ്ടെങ്കിലും തുറന്ന് ചിരിക്കാനും, സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ എന്ന് പ്രാർത്ഥിക്കാനും, സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു എന്ന് പ്രാർത്ഥിക്കാനും ഭാഗ്യം കിട്ടിയ ഒരു രാഷ്ട്രത്തിന്റെ മകനായി മകളായി ജനിക്കാൻ നമുക്ക് സാധിച്ചു. ഭാരതത്തിന്റെ പൂർവകാല വൈഭവം, ഭാരതത്തിന്റെ വർത്തമാനകാലം, ഭാരതത്തിന്റെ ഭാവി കാലം ഒന്ന് ചിന്തിക്കാൻ ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും, ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും സാധിക്കട്ടെ. എൻ്റെ അമ്മയെ ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ 5 മക്കള്, 5+1 6 മക്കള് നിന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ അമ്മയല്ലെന്ന് പറയാൻ അവകാശമില്ല. അമ്മയെ ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാണ്ട് അമ്മയല്ലെന്ന് പറയാൻ പറ്റില്ല. ഈ ഭാരതത്തെയും ഭാരതീയ സംസ്കാരത്തെയും ഞങ്ങളുടേതല്ലെന്ന് പറയാൻ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് സാധിക്കില്ല. ഇവിടെ ആരും സൗദി അറേബ്യയിൽ നിന്ന് വന്നവരില്ല, ഇവിടെ ആരും ഇസ്രായേലിൽ നിന്ന് വന്നവരില്ല, ഇവിടെ ആരും മോസ്കോയിൽ നിന്നോ ചൈനയിൽ നിന്നോ വന്നവരില്ല. ഇവിടെ ഉള്ളവർ തന്നെയാണ് നമ്മള്, ഇനിയും ഇവിടെ നിലനിൽക്കേണ്ടവർ തന്നെയാണ് നമ്മള്. ആ നിലനിൽക്കുന്നിടത്തോളം കാലം ഷെയറിംഗ്, കെയറിംഗ് ആൻഡ് ക്യൂറിംഗ്, പരസ്പരം പങ്കുവെച്ച് സഹവർത്തിത്വത്തോടുകൂടി ഈ രാമായണവും ഈ പുരാണവും ഈ മഹാഭാരതവും ഇവിടത്തെ ഉജ്ജ്വലങ്ങളായ വേദങ്ങളും ഉപനിഷത്തുക്കളും എന്റെയും നിങ്ങളുടെയും പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് അറിഞ്ഞ് നന്മകളെ ലോകത്തിലെ ഏത് ബൈബിളിലും, ഏത് ഖുറാനിലും, ഏത് സ്വസ്തിയായിലും, ഏത് ദാസ് ക്യാപിറ്റലിലും, ഏത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും, ഏത് ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിലും നന്മകളുണ്ടെങ്കിൽ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ ഇച്ഛാശക്തി മനസ്സിലും, ജ്ഞാനശക്തി തലച്ചോറിലും, ക്രിയാശക്തി ശരീരാവയവങ്ങളിലുമുള്ള ഒരേ രാഷ്ട്രത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളും എന്നറിയാൻ ഭാരതമാതാവും ജഗതീശ്വരനും യോഗി വര്യന്മാരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ വേദിയിൽ ഇങ്ങനെ ക്ലാസ് എടുത്തത് അവിസ്മരണീയം, അവിസ്മരണീയം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ പഠിപ്പിക്കുകയെങ്കിലും ചെയ്യുക. നമ്മളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട്. ലോകം 2 കൈയും നീട്ടി ഭാരതത്തെയും ഭാരതീയരെയും സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവര് നമുക്കൊരു പ്രാർത്ഥന 10 സെക്കൻഡ് ഒരുമിച്ച്. ഓം ഇരുന്നിട്ട് ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭാരതീയ പൈതൃകം ലോകമെമ്പാടും എത്തിച്ച ഋഷീശ്വരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ഇങ്ങനെ ജനിച്ച് ജീവിക്കാൻ ഭാഗ്യം തന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിലനിൽക്കുന്ന മഹാ ചൈതന്യമേ,
നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിത്യവും 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 ഞങ്ങളുടെ പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि. गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने